കൊട്ടിയൂരിലെ തിക്കും തിരക്കും സ്വാഭാവികമാണോ? തിരുവഞ്ചിറയിൽ ശീവേലി സമയം ഇറങ്ങാൻ പാടുണ്ടോ? മഴയുണ്ടെങ്കിൽ മണിത്തറയിൽ കുടനിവർത്താൻ പാടുണ്ടോ? നമസ്കാരം. ഇന്നലെ കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ മന്ത്ര അപ്ലോഡ് ചെയ്തിരുന്നു. വളരെ നിലവാരമുള്ളതും കാതലായതുമായ നിരവധി അഭിപ്രായങ്ങളും പുലഭംബിളിയും മന്ത്രയ്ക്ക് ലഭിക്കുകയുണ്ടായി. മന്ത്രയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന അഭിപ്രായങ്ങളിൽ വളരെ ശരിയെന്ന് തോന്നിയ കാര്യങ്ങളും മന്ത്രയുടെ അഭിപ്രായങ്ങളുമാണ് ഈ വീഡിയോയിൽ. സ്പിരിച്വൽ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള നാടാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. അതിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ മാറി മാറി ഭരിച്ച ഒരു സർക്കാരും ഇന്നേ വരെ തയ്യാറായിട്ടില്ല. പകരം വെബ്കോ ഔട്ട്ലെറ്റുകൾ കൂട്ടുന്നതിനും കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് മദ്യം നിർമ്മിക്കുവാനും ആഴ്ചയിൽ 7 ദിവസവും മുടങ്ങാതെ നടത്തുന്ന ലോട്ടറിയുടെ ചില്ലറ വിൽപ്പനയുടെ റേറ്റ് വർദ്ധിപ്പിക്കാനുമായിരുന്നു താൽപ്പര്യം. ആദ്യമായി മന്ത്രയെ തിരുത്താൻ ശ്രമിച്ചത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ വരുമാനം സർക്കാർ ഖജനാവിലേക്ക് പോകുന്നില്ല, മറിച്ച് സർക്കാർ ഖജനാവിൽ നിന്നാണ് ശബരിമലയും ഗുരുവായൂരും അടക്കമുള്ള ക്ഷേത്രങ്ങൾ തന്നെ സഹായം നൽകുന്നത് എന്നാണ്. ശരിയാണ്, ദേവസ്വം ബോർഡിന്റെ താഴെയുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനം നേരിട്ട് സർക്കാർ ഖജനാവിലേക്ക് പോകുന്നില്ല എന്നത് ശരി തന്നെ. അതത് ബോർഡിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുടർന്ന് ട്രഷറിയിലേക്കുമാണ് പോകുന്നത്. ഇനി ട്രഷറിയിൽ ഇതുവരെ ക്ഷേത്രങ്ങൾ നിക്ഷേപിച്ച തുക എങ്ങോട്ടാണ് പോകുന്നത്? അതിന്റെ വിനിയോഗം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു രേഖ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? മറ്റു മതസ്ഥരുടെ ദേവാലയങ്ങളിലെ പോലെ കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു അംശം പോലും ഹിന്ദുവിന്റെ ഉന്നമനത്തിനോ അവന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ വിനിയോഗിക്കാതിരുന്നിട്ടും പ്രതികരിക്കാതിരിക്കുന്നത് ഹിന്ദുക്കൾ മൊണ്ണകളായതുകൊണ്ടല്ല, മറിച്ച് ഭഗവാന്റെ സ്വത്ത് എന്ന ഭയഭക്തിയോടെയും വിശ്വാസത്തോടെയുമുള്ള ബോധമാണ് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ കടക്കലാണ് ചിലർ കത്തിവെച്ചത്. ഹിന്ദുവിന്റെ ആ ബോധത്തെയാണ് പലരും ചേർന്ന് മുതലെടുത്തത്. ഭഗവാന്റെ വരുമാനം മാത്രമല്ല, ധനവും കൊള്ളയടിച്ചത്. അതിന് ഒത്താശ ചെയ്യുന്നതും സോക്കോൾഡ് ഹിന്ദുക്കൾ തന്നെയാണ് എന്നതും വിശ്വാസികൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അളവറ്റ ധനം കണ്ണും നട്ട് കാത്തിരിക്കുകയും പരസ്യമായി സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ചെയ്ത സുഡുക്കളുടെ നാടാണ്. കൊട്ടിയൂരിലെ തിക്കും തിരക്കും സ്വാഭാവികമാണോ? അതിൻ്റെ പിന്നിൽ അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണമോ വിശകലനമോ അല്ല മന്ത്ര ആ വീഡിയോയിലൂടെ നടത്തിയത്. മറിച്ച് ശബരിമലയിലെ പോലെ കൊട്ടിയൂരിലും വരും വർഷങ്ങളിൽ അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെടാമെന്നും ഈ 2 വർഷങ്ങളിലൂടെ നമുക്ക് ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് പ്രകോപനമല്ലാതെ ഏകോപനപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നുമാണ്. പെരുമാളിനെ ദർശിക്കുവാൻ അന്യ സംസ്ഥാനത്തുകാർ വരരുത് എന്ന് നമുക്ക് വിലക്കുവാൻ കഴിയില്ല. വരുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തന്നെ ക്രിമിനലുകളായ ബംഗ്ലാദേശികൾക്ക് വ്യാജ ആധാറും റേഷൻ കാർഡും ഒക്കെ നൽകി അന്യസംസ്ഥാന തൊഴിലാളി പട്ടം നൽകി അതിഥി ദേവോഭവ കളിക്കുന്ന നാടാണ് നമ്മുടേത്. അതിന്റെ പിന്നിലെ അജണ്ട എന്തെന്നതും പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരെന്നതും അന്വേഷിക്കേണ്ടതും ആക്ഷൻ എടുക്കേണ്ടതും നമ്മൾ തിരഞ്ഞെടുത്ത സർക്കാരുകളാണ്. പലരും തിരുനാവായയിൽ കുംഭമേള നടന്നപ്പോൾ ഇതിനേക്കാൾ അനിയന്ത്രിതമായ തിരക്കുണ്ടായിരുന്നുവല്ലോ, അവിടെയും അന്യസംസ്ഥാനത്തുകാർ ധാരാളമായി വന്നിരുന്നു, ഇത്തരത്തിൽ ഒരു അനിഷ്ട സംഭവങ്ങളും നടന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തർ അല്ലെങ്കിൽ സഞ്ചാരികൾ വന്നുപോകുന്നതും ഏറ്റവും കൂടുതൽ വരുമാനമുള്ളതുമായ ക്ഷേത്രമാണ് തിരുപ്പതി. അവിടെയും സുഗമമായി കാര്യങ്ങൾ നടക്കുന്നില്ലേ എന്നും ചോദിച്ചു.